Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിലെ കീവേഡ്സിനെ കുറിച്ചാണ്. അതായത് കീവേഡ്സ് പറഞ്ഞാൽ നമ്മുടെ റിസർവ്ഡ് വേർഡ്സ് ആണ്. അതായത് നമ്മുടെ സി പ്രോഗ്രാമിന്റെ ഒരു 32 കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് നമ്മളിപ്പോൾ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്രോഗ്രാമിൽ ഒരു ഇൻറ്റ് വേരിയബിൾ കൊടുക്കുകയാണ്, ഇൻറ്റിജർ വേരിയബിൾ ആണ്. അതിന്റെ വേരിയബിളിന്റെ നെയിം ഞാൻ നമ്മാണ് കൊടുക്കുന്നത്. ഇത് പറ്റും. ഇതൊരു കീവേഡ് അല്ല. കീവേഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇഫ്, എൽസ്, റിട്ടേൺ, ടൈപ്പ് ഡിഫ്. ഇങ്ങനെ കീവേഡ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഐഡന്റിഫയർ ആയിട്ട്, അതായത് വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടും. അതായത് ഇൻറ്റ് എൽസ് അങ്ങനെ നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റില്ല. ഒരു ഇൻറ്റീജർ വേരിയബിൾ നമ്മൾ എൽസ് പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ഇപ്പോൾ ഒരു ക്യാരക്ടർ വേരിയബിൾ ഉണ്ടാക്കണിരിക്കുക. അപ്പോൾ ക്യാരക്ടർ വേരിയബിൾ ഞാൻ ക്യാരക്ടർ റിട്ടേൺ ആണ് ഞാനിപ്പോൾ വേരിയബിൾ നെയിം കൊടുക്കണിരിക്കുക. അതായത് എറർ കിട്ടും. അതായത് കീവേഡ്സ് ഒന്നും നമുക്കൊരു വേരിയബിളിന്റെ നെയിം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ വേർഡ്സ് നമ്മളൊരു റിസർവ്ഡ് വേർഡ്സ് ആണ്. അത് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോ മീനിങ് ഉണ്ട് നമ്മുടെ സി പ്രോഗ്രാമിൽ. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് ആർ പ്രീ ഡിഫൈൻഡ് ഓർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് സ്പെഷ്യൽ മീനിങ്സ് ടു ദി കമ്പയർ. ആ ഒരു 32 കീവേഡ്സ് സി പ്രോഗ്രാമിന്റെ ആ ഒരു കീവേഡിന് സ്പെഷ്യൽ മീനിങ് ഉണ്ട്. ഇഫിന് അതിൻ്റെതായ മീനിങ് ഉണ്ട്, എൽസ്, വൈല്, അതേപോലെ സ്വിച്ച്. ഓരോ കീവേഡ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ മീനിങ് നമ്മുടെ കമ്പൈലറിന് ഉണ്ടാവും. These are part of the syntax and cannot be used as identifier in the program. അതായത് കീവേഡ്സ് ഒക്കെ നമ്മുടെ സിൻഡെക്സിന്റെ പാർട്ടാണ്. സിൻഡെക്സ് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിൻഡെക്സും. അതിന് സിൻഡെക്സ് പറഞ്ഞ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂള് വയലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യണമെങ്കിൽ അതാത് കീവേഡ്സിനെ യൂസ് ചെയ്യണം. ഒരു സ്വിച്ച് കേസിൽ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം, കേസ് ലാബിൽ യൂസ് ചെയ്യാം, ഡീഫോൾട്ട് കേസ് യൂസ് ചെയ്യാം. അതുപോലെ ഇഫ് എൽസ് കണ്ടീഷനിൽ ഇഫ് എൽസ് ആ കീവേഡ്സ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കീവേഡ്സ് നമുക്ക് ഐഡന്റിഫയർ, അതായത് വേരിയബിളിന്റെ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇൻറ്റ് നമ്മൾ കൊണ്ടുള്ളത് വാലിഡ് ആണ്, പക്ഷെ കീവേഡ്സ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ഒരു വേരിയബിളിന്റെ നെയിം ആയിട്ട് നമുക്ക് കീവേഡ്സ് കൊടുക്കാൻ പറ്റില്ല. എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാസ് എ സെറ്റ് ഓഫ് കീവേഡ്സ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. അത് വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കനോട്ട് ബി യൂസ്ഡ് ആസ് എ വേരിയബിൾ നെയിം. ഈ വേരിയബിൾ നെയിംസ് നമുക്ക് 32 വേരിയബിൾ നെയിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡാറ്റ ടൈപ്സ് ആയിട്ട് ക്യാരക്ടർ, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിള്, അതേപോലെ മോഡിഫയർ. അതായത് ക്യാരക്ടർ നമുക്ക് മോഡിഫൈ ചെയ്യാം. സൈൻഡ് ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അൺസൈൻഡ് ക്യാരക്ടർ. ഷോർട്ട് ഇൻറ്റ്, ഇൻറ്റിജറിനെ മോഡിഫൈ ചെയ്തിട്ട് ലോങ് ഇൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സൈസുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഡാറ്റ ടൈപ്പിന്റെ ഏരിയയിലാണ് ഇത്. ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, മോഡിഫയർ, ഇത് ക്വാളിഫയേഴ്സ്, കോൺസ്റ്റന്റ്, വോളൈറ്റില്, ലൂപ്സിലാണെങ്കിൽ നമ്മൾ ഫോർ, വൈൽ ലൂപ്പിൽ ഡു, ജംപ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഇത് നമ്മൾ ലൂപ്പിലാണ് യൂസ് ചെയ്യുക. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഒരു കണ്ടീഷൻ ട്രൂ ആണോ, ഒരു കണ്ടീഷൻ ഫോൾസ് ആണോ, അതിനനുസരിച്ച് അതിനാണ് ഇഫ്, എൽസ്, സ്വിച്ച്, കേസ്, ഡീഫോൾട്ട്. ഇതൊക്കെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പോർഷനിലാണ് ഈ കീവേഡ്സ് യൂസ് ചെയ്യുക. പിന്നെ സ്റ്റോറേജ് ക്ലാസ് ഓട്ടോ, രജിസ്റ്റർ, സ്റ്റാറ്റിക്, എക്സ്റ്റെൻഡ്, അവിടെ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് ഇത്. പിന്നെ ഡിറൈവ്ഡ് ആണ്. സ്ട്രക്ചർ യൂണിയൻ പറഞ്ഞാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ഇതും വേണമെങ്കിൽ ഡാറ്റ ടൈപ്പ് നമുക്ക് പെടുത്താം, പക്ഷെ ഇത് ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്സ് ആണ്. പിന്നെ നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ് ഇത്, സ്ട്രക്ചറും യൂണിയനും. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സ് ആഡ് ചെയ്യാം. നമുക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ അതാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. അതിലുള്ളതാണ് സ്ട്രക്റ്റും യൂണിയനും കീവേഡ്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, അതിലാണ് ഉള്ളതാണ് ഈനം, ടൈപ്പ് ഡിഫ്, അങ്ങനത്തെ നമുക്കായിട്ട് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡാറ്റ ടൈപ്സ്. നമുക്ക് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടി അതാണ് യൂസർ ഡിഫൈൻഡ്. അതിലാണ് ഈനം, ടൈപ്പ് ഡിഫ് യൂസ് ചെയ്യുക. പിന്നെ അതേഴ്സ് കാറ്റഗറിയിൽ നമുക്ക് വോയിഡ്, റിട്ടേൺ, സൈസ് ഓഫ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഓരോ അർത്ഥമുണ്ട്. അത് നമുക്ക് അതാത് ടോപ്പിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും.